രോഹിണി, ഇന്നലത്തെ ഈ വലിയ മുന്നേറ്റം നമ്മൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സ്ഥലമുണ്ട്. അത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ BJPയുടെ മിടുമിടുക്കിയായിട്ടുള്ള അനുപമ എന്ന സ്ഥാനാർത്ഥി നേടിയിട്ടുള്ള വിജയമാണ്. അതായത് കടയ്ക്കൽ എന്ന് പറയുന്നത് ഈ തെക്കൻ കേരളത്തിലെ CPMകാർ കണ്ണൂർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവരുടെ ഒരു വാമൊഴിയായിട്ട് അവർ പറയുന്നത് തന്നെ ഈ തലയ്ക്കൽ കണ്ണൂരും കാൽക്കൽ കടയ്ക്കലും എന്നാണ് പറയുന്നത്. അതായത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരെന്ന് പറയുന്ന ഒരു കാലത്ത് ഇവരുടെ ഒരു കോട്ടയാണല്ലോ. അതായത് CPMന് മാത്രം സ്ഥാനാർത്ഥിയുള്ള, അല്ലെ അവരുടെ പാർട്ടി കേന്ദ്രങ്ങളുള്ള, അവിടെ മറ്റേതെങ്കിലും സംഘടനയുടെ ആളുകൾ പ്രവർത്തിച്ചാൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന, അതായിരുന്നു കണ്ണൂരിൻ്റെ CPMൻ്റെ ശൈലി. അപ്പം കേരളത്തിൻ്റെ തലയ്ക്കൽ കണ്ണൂർ, ആ ഭാഗത്ത് കണ്ണൂരുണ്ട് വടക്കൻ കേരളത്തിൽ. കാൽക്കൽ കടയ്ക്കലും, അതായത് കണ്ണൂർ പോലെ തന്നെ ഞങ്ങളുടെ ധാർഷ്ട്യവും ഞങ്ങളുടെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയും ഒക്കെ ഞങ്ങൾ ഇവിടെയും നടപ്പാക്കുമട എന്ന് പറയുന്ന ധാർഷ്ട്യത്തോടു കൂടി മറ്റ് സംഘടനാ പ്രവർത്തകരെ വെല്ലുവിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന്മാരുള്ള സ്ഥലമാണ് ഈ കടയ്ക്കൽ എന്ന് പറയുന്നത്. ഒരു ഭീകര സ്വഭാവമുള്ള സ്ഥലമാണ്. ആ കടയ്ക്കലിൽ അനുപമ എന്നൊരു മിടുമിടുക്കിയായിട്ടുള്ള കുട്ടി, ഈ കുട്ടിയെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി, നീ മത്സരിച്ച് കഴിഞ്ഞാൽ കൊല്ലുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും വകവെച്ചില്ല. ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അനുപമ വിജയിച്ചിരിക്കുകയാണ്. ഈ വിജയത്തിന് ശേഷം CPM വ്യാപക ആക്രമണം നടത്തുകയാണ് കടയ്ക്കൽ ഭാഗത്ത്. അപ്പോൾ മനോജ് ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായിട്ട്. മനോജ്, ഈ ഞങ്ങളിവിടെ സൂചിപ്പിച്ചത്, രോഹിണി ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നമ്മുടെ വിജയം പോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിജയമാണ് ഈ കടയ്ക്കൽ പോലൊരു സ്ഥലത്ത് BJP അക്കൗണ്ട് തുറക്കുക എന്ന് പറയുന്നത്. കാരണം അതിനെ ഒരു പഴഞ്ചൊല്ലിനെ CPMകാർ പറയുന്നത് ഈ തലയ്ക്കൽ കണ്ണൂരും കാൽക്കൽ കടയ്ക്കലും എന്ന ധാർഷ്ട്യത്തോടു കൂടിയുള്ള CPMൻ്റെ പഴഞ്ചൊല്ല് പോലും ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ്, വ്യാപകമായ ആക്രമണം നടത്തുകയാണോ CPM ആ പ്രദേശത്ത്? തീർച്ചയായും CPMൻ്റെ നേതൃത്വത്തിൽ അക്രമം ആ പ്രദേശത്ത് അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് പ്രധാന കാരണം BJP ആദ്യമായാണ് കടയ്ക്കൽ പഞ്ചായത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുന്നത്. അത് 437 വോട്ടുകൾ നേടിയാണ് അനുപമ സന്തോഷ് വടക്കേ വയലിൽ വാർഡിൽ വിജയിച്ചത്. രണ്ടാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥിയെ തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിജയം കൈവരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2 വാർഡുകൾ, കുറ്റിക്കാട്, കോട്ടപ്പുറം വാർഡുകളിലടക്കം രണ്ടാം സ്ഥാനത്തേക്കും BJP എത്തിയെന്നുള്ളതാണ്. അവിടെ കൃത്യമായ ഒരു വിജയം BJPക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് CPMനെ അടക്കം പ്രകോപിപ്പിച്ചത്. ആദ്യഘട്ടം മുതൽ, അതായത് ഈ കോട്ടപ്പുറം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഇന്ദുലേഖയെ അടക്കം ഭീഷണിപ്പെടുത്തിയ CPMകാർ പിന്നീട് അങ്ങോട്ട് ആ ഭീഷണി തുടരുകയായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും NDA സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അവരെ പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ പ്രചരണത്തിന് നേരെയൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണികളുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഫലം വന്നപ്പോൾ തന്നെ CPM ഒന്നാകെ തന്നെ ഞെട്ടിപ്പോയി. കാരണം അവരുടെ ചുവപ്പ് കോട്ടയായി കൊണ്ട് നടന്ന ഈ കടയ്ക്കൽ പഞ്ചായത്തിൽ BJPക്ക് സീറ്റ് ലഭിച്ചിരിക്കുന്നു. അത്തരമൊരു കാര്യം അവർക്ക് അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന് പിന്നാലെ സമാധാനപരമായി വോട്ടർമാരെ കാണുവാൻ വേണ്ടി ഇറങ്ങിയ, അതായത് വിജയിച്ച സ്ഥാനാർത്ഥി അനുപമ സന്തോഷിനെയും കൂടെയുള്ളവരെയും ഈ CPMകാർ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. കൂടെ ഉണ്ടായിരുന്നവരെ മർദ്ദിച്ചു. അതോടൊപ്പം തന്നെ അവിടെ പോലീസ് വന്നു. പക്ഷേ പോലീസിന് മൗനം പാലിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ ശേഷം കുറ്റിപ്പുറത്തും കുറ്റിക്കാടും കോട്ടപ്പുറത്തും ഈ 2 സ്ഥലങ്ങളിലടക്കം അക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. ഈ അനൂപ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥിയായിരുന്ന അനൂപ് 2ാം സ്ഥാനത്ത് എത്തിയതാണ്. അനൂപിൻ്റെ വീട് കയറിയുള്ള ആക്രമണമാണ് നടത്തിയത്. വീട്ടിലുണ്ടായിരുന്ന സാധന സാമഗ്രികളടക്കം കത്തിച്ചു എന്നുള്ളതാണ്. അതായത് ഇനി നിന്നെയും കത്തിക്കുമെന്നുള്ള ഒരു ഭീഷണി തന്നെയാണ് മുഴക്കി ഇവിടെ മർദ്ദിക്കുന്നത്. തങ്ങൾ മാത്രം ജയിച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റാരും ഇവിടെ വിജയിച്ച് വരണ്ട എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും വിജയിച്ചാൽ അവരെ പിന്നീട് അവിടെ വെറുതെ വിടില്ല എന്നുള്ളത് തന്നെയാണ് കടയ്ക്കലിലെ CPMൻ്റെ ഒരു നയമെന്ന് പറയുന്നത്. കയ്യൂക്ക് കൊണ്ട് കാര്യം നേടുന്ന ഒരു CPMൻ്റെ പ്രവർത്തകരുള്ള ഗ്രാമമാണ്. അതായത് നമ്മൾ മുൻപ് തന്നെ ചർച്ച ചെയ്തതാണ്, കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലടക്കം, അതായത് ഭക്തജനങ്ങൾ എത്തുന്ന ക്ഷേത്രത്തിലടക്കം വിപ്ലവ ഗാനം ഇട്ടുകൊണ്ട് അവിടെ എല്ലാം പാർട്ടിക്ക് കീഴിലാണ് എന്നുള്ള ഒരു ധാർഷ്ട്യം അവിടെയുള്ള പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ BJP സ്ഥാനാർത്ഥികളെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അവിടെ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ്, അതായത് ഏറെക്കാലമായി ഇവരെ മടുത്തിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരാണ് ഈ അനുപമ സന്തോഷിനെ വോട്ട് ചെയ്തുകൊണ്ട്, അതായത് BJPയുടെ വികസന രാഷ്ട്രീയം വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. എന്നാൽ ആ വോട്ടർമാരെ കാണുവാൻ പോലും ഒരു അനുവാദം ഈ സ്ഥാനാർത്ഥിക്ക് നൽകിയില്ല എന്നുള്ളതാണ്. അവിടെ സംഘർഷം നടന്നു. ഇത്തരത്തിൽ CPMൻ്റെ അക്രമം നേരിടേണ്ടി വന്ന് അവിടെയുള്ള BJP അനുഭാവികൾക്കടക്കം ഈ അക്രമം നേരിടേണ്ടി വന്നു. അതിനുശേഷം പോലീസ് എത്തിയ അവരെയാണ്, അതായത് ഈ BJP പ്രവർത്തകരെയാണ് നിങ്ങൾ വീട്ടിലിരുന്നോളൂ എന്ന് പറയുന്നത്. അങ്ങനെ ഈ അനുപമ സന്തോഷിന് ഈ രാത്രി മുഴുവൻ, ഇന്ന് ഈ സമയം വരെ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് വീടിന് ഉള്ളിൽ ഇരുന്ന് എന്ത് വേണോ ചെയ്തോളൂ, വീടിന് പുറത്തിറങ്ങി ഒന്നും വേണ്ട
എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഒരു സന്ദേശം. അത്തരത്തിൽ പോലീസിനെ വരെ ഭയപ്പെടുത്തിയാണ് അവിടെ CPM പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ അനുപമ സന്തോഷിൻ്റെ വീടിന് മുന്നിൽ പോലീസ് വാഹനം കൊണ്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നു. പുറത്തിറങ്ങിയാൽ CPM ആക്രമിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഈ അക്രമികളെ ഒതുക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടിയൊന്നും പോലീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാത്രി ഈ വീടിന് മുന്നിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലും ഭീഷണി ഉണ്ടാകുന്നു, ആക്രമണങ്ങളുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാൻ പോലും പുറത്തു പോകാൻ, അതായത് കഴിഞ്ഞ ദിവസം അനുപമയുടെ വീട്ടിൽ ഈ ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ പിന്നീട് വീട്ടിൽ ഭക്ഷണമൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷേ രാത്രി കുട്ടികൾക്ക് പോലും ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പുറത്തു പോയി വാങ്ങാൻ പോലും ഒരു അനുവാദമില്ലായിരുന്നു. അത്രയധികം ഭയപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ CPM ഈ പഞ്ചായത്തിന് കീഴിലുള്ള ഓരോ വാർഡുകളിലും ഈ കഴിഞ്ഞ അത് തന്നെയാണ് മനോജ്. അതായത് ഈ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾക്ക് സമാനമായി തെക്കൻ കേരളത്തിൽ ഈ CPMന്റെ ഗുണ്ടായുസവും അവരുടെ അരാജകത്വവും അവരുടെ ഏകാധിപത്യ സ്വഭാവവും ഒക്കെ കൃത്യമായി പ്രകടിപ്പിക്കുന്ന സ്ഥലം തന്നെയാണ് ഈ കടക്കൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ദേശീയ ജനാധിപത്യത്തിൻ്റെ ഒരു മിടുക്കിയായ സ്ഥാനാർത്ഥി ഈ കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ വിജയിച്ചു വരുന്നത്. ഒപ്പം മനോജ്, ഇത് കടക്കലിൽ മാത്രമല്ല, ഈ കൊല്ലം ജില്ല, രോഹിണി, കൊല്ലത്ത് BJP നടത്തിയിട്ടുള്ള മുന്നേറ്റം, പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷനിൽ എതിരാളികളെ ഞെട്ടിച്ചിരിക്കുകയാണല്ലോ മനോജ് അക്ഷരാർത്ഥത്തിൽ BJP. ഒപ്പം വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ BJP നടത്തിയിട്ടുള്ള മുന്നേറ്റം നമുക്കറിയാം. ഈ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലമൊക്കെ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ 2ാം സ്ഥാനത്തെത്തുന്നുണ്ട്. അപ്പോൾ ഒരു പരമ്പരാഗത ഇടത് കോട്ട ഇളകുകയാണ്. അതായത് മത്സ്യബന്ധന തൊഴിലാളികളെയും കശുവണ്ടി തൊഴിലാളികളെയും ഒക്കെ പറഞ്ഞു പറ്റിച്ച് വർഷങ്ങളായി കൂടെ നിർത്തിയ ഒരു വലിയ സമൂഹം, ആ സമൂഹം ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ദേശീയതയുടെ വഴികളിലേക്ക് എത്തുന്നുവെന്ന കൃത്യമായ സൂചന നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണല്ലോ കൊല്ലത്ത് നിന്നും പുറത്തു വരുന്നത്. തീർച്ചയായും കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും CPM അതോടൊപ്പം LDF അവകാശപ്പെട്ടിരുന്നത് കൊല്ലം എന്നും ഇടതുകോട്ടയായി തന്നെ നിലനിൽക്കുമെന്നാണ്. എന്നാൽ ആ ഇടതുകോട്ട ഇളകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടത്. അതായത് കോർപ്പറേഷനിൽ നേരത്തെ NDAക്ക് 6 സീറ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് ഇരട്ടിയായി എന്നുള്ളതാണ്. 12 സീറ്റ് ആയി വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ 1/4 നൂറ്റാണ്ടായുള്ള LDF ഭരണത്തിന് അറുതി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ LDF ആണ് ഭരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഫലം വന്നതോടുകൂടി ആ ഭരണവും പോയി. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആയിട്ടുള്ള V. അനിരുദ്ധൻ ഉൾപ്പെടെ, അതോടൊപ്പം മുൻ മേയർമാരുൾപ്പെടെ, നേരത്തെ ഉണ്ടായിരുന്ന ഹണി ബെഞ്ചമിൻ മേയർ അടക്കം തോറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഭൂരിപക്ഷം സീറ്റും BJP ആണ് നേടിയത്. LDFൻ്റെ സിറ്റിംഗ് സീറ്റുകൾ BJP പിടിച്ചെടുത്തു എന്നുള്ളതാണ്. കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ 12 സീറ്റുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന 6 പോയിട്ട് ബാക്കിയൊക്കെ തന്നെ പലതും LDFൻ്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചു എന്നുള്ളതാണ്. അത് തന്നെ വലിയൊരു ആവേശമാണ് ഇവിടെയുള്ള NDA മുന്നണിയിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ സംബന്ധിച്ചിടത്തോളം. ഇത്തരമൊരു വിജയം അത് ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനായാലും വലിയ ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. ചാത്തന്നൂർ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ചാത്തന്നൂരിൽ ഭാഗത്തുള്ള ചിറക്കര പഞ്ചായത്തിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അതോടൊപ്പം തന്നെ നെടുവത്തൂർ പഞ്ചായത്തിലും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. നിരവധി ഇടങ്ങളിൽ, കല്ലുവാതുക്കൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ BJP സീറ്റിൽ വലിയ വർധനവ് വരുത്തി എന്നുള്ളതാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ 2 പഞ്ചായത്തുകളിലും ഭരണം അത് NDAക്ക് കിട്ടാനാണ് സാധ്യത. എന്തായാലും അതിനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ ജില്ലയിൽ മുഴുവനായി 6 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലാണ് BJP വിജയിച്ചു വന്നത്. ഇതിൽ പലതും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി നോക്കുകയാണെങ്കിൽ പരവൂർ മുനിസിപ്പാലിറ്റിയിൽ BJP പ്രതിപക്ഷത്ത് വന്നിരിക്കുന്നു NDA മുന്നണി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അത് തന്നെയാണ് മനോജ്. പരവൂർ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്നത് BJP ടാർഗറ്റ് ചെയ്തിരുന്ന 20 മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ്. അവിടെ മുഖ്യ പ്രതിപക്ഷമായി പാർട്ടി അവിടെ വളരുകയാണ്. ഒപ്പം കടക്കിൽ പോലെയുള്ള ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ പോലും അക്കൗണ്ട് തുറന്നുകൊണ്ടുള്ള BJPയുടെ മുന്നേറ്റം കൊല്ലം ജില്ലയിൽ കാണുന്നു. അത് തീർച്ചയായിട്ടും കേരളത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റത്തിൻ്റെ ചില സൂചനകളാണ് രോഹിണി. ഇത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കിനി ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം. Perfect match. Perfect life. Find your perfect partner on m4marry.com. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത പങ്കാളി ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. Bharat Lajna Multi-State Housing Cooperative Society Limited. They say if you listen closely to the silence, you can hear the heartbeat of the earth.
Welcome to Odisha, where nature folds you into its arms and reminds your heart how it feels to truly breathe. Here, magic is real.